ചേച്ചി, നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ജീവൽ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ് രാജു. എല്ലാ ജീവികൾക്കും ആഹാരം അത്യാവശ്യമാണല്ലോ. ശരിയാണ്. അപ്പോൾ എന്താണ് പോഷണം, ന്യൂട്രിഷൻ? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെയാണ് പോഷണം എന്ന് വിളിക്കുന്നത്. പോഷണത്തിന് പ്രധാനമായി 5 ഘട്ടങ്ങളുണ്ട്. ആഹാരസ്വീകരണം, ഇഞ്ചഷൻ, ആഹാരം വായിലൂടെ സ്വീകരിക്കുന്നത്, ദഹനം, ഡൈജഷൻ, ആഹാരം ലളിതരൂപത്തിലേക്ക് മാറ്റുന്നത്, ആഗിരണം, അബ്സോർപ്ഷൻ, പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്, സ്വാംശീകരണം, അസിമിലേഷൻ, ആഗിരണം ചെയ്യപ്പെട്ട പോഷകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്നത്, മലവിസർജനം, ഇജഷൻ, ദഹനാവശിഷ്ടങ്ങൾ പുറംതള്ളുന്നത്. ആഹാരസ്വീകരണമാണ് ആദ്യഘട്ടം. അപ്പോൾ ആഹാരം ആദ്യമെത്തുന്നത് വായിലാണല്ലോ. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്? വായിൽ വെച്ച് ആഹാരത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചുണ്ട്, നാക്ക്, പല്ല് എന്നിവയെല്ലാം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആഹാരപദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. പല്ലിന്റെ ഏറ്റവും പുറമെയുള്ള പാളിക്ക് എന്താണ് പേര്? പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഈ ഇനാമലാണ്. നമ്മുടെ പല്ലുകളെല്ലാം ഒരുപോലെയല്ലല്ലോ. അതെ, പ്രായപൂർത്തിയായ ഒരാൾക്ക് പ്രധാനമായും 4 തരം പല്ലുകളുണ്ട്. മുന്നിൽ കാണുന്ന 4 ഉളിപ്പല്ലുകൾ, ഇൻസിസ്, ഇവ ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ലിന് സമീപമുള്ള 2 കോമ്പല്ലുകൾ, കാനൈൻ, ഇവ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നു. കോമ്പല്ലിന് സമീപമുള്ള 4 അഗ്രചർവണകങ്ങൾ, പ്രീമോള, അതിനും പിന്നിലുള്ള 6 ചർവണകങ്ങൾ, മോള. ഈ അഗ്രചർവണകങ്ങളും ചർവണകങ്ങളുമാണ് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന ആണപ്പല്ലുകൾ. രാജു, പല്ലുകൾ എപ്പോഴാണ് കേടുവരുന്നത്? ആഹാരം കഴിച്ച ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുമ്പോൾ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ ആസിഡ് ഇനാമലുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവീപ്പിക്കുന്നു. അപ്പോൾ പല്ല് കേടാവാതിരിക്കാൻ എന്തു ചെയ്യണം? ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും വായ വൃത്തിയാക്കണം. രാവിലെ ഭക്ഷണത്തിനു മുൻപും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. നാക്കിന്റെ ജോലി എന്താണ്? രുചി അറിയാൻ മാത്രമല്ലേ? രുചി അറിയാൻ സ്വാദുമുകുളങ്ങൾ സഹായിക്കുന്നുണ്ട്. കൂടാതെ ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കാനും വിഴുങ്ങാനും നാക്ക് സഹായിക്കുന്നു. ഉമിനീരിന്റെ ഉൽപ്പാദനം എവിടെയാണ് നടക്കുന്നത്? ഉമിനീർ ഗ്രന്ഥികളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ദഹനപ്രക്രിയയിൽ ഉമിനീരിനും പ്രധാന പങ്കുണ്ട്. വായ്ക്കുള്ളിൽ ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അടുത്തതായി എവിടേക്കാണ് പോകുന്നത്? അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു. ആഹാരം എങ്ങനെയാണ് അന്നനാളത്തിലൂടെ താഴേക്കു പോകുന്നത്? അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആമാശയത്തിൽ വെച്ച് ആഹാരത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആമാശയഭിത്തിയുടെ ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. അവിടെ വെച്ച് പോഷണത്തിന്റെ 2ാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ആമാശയത്തിലെ ദഹനത്തെ സഹായിക്കുന്നതെന്തൊക്കെയാണ്? ആമാശയഭിത്തിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. കൂടാതെ ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഭാഗികമായി ദഹിച്ച ആഹാരം അടുത്തതായി ചെല്ലുന്നത് എവിടേക്കാണ്? ചെറുകുടലിലേക്ക്. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ചെറുകുടലിന്റെ പ്രാധാന്യമെന്താണ്? ദഹനം പൂർണ്ണമാകുന്നതും പോഷകഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ദഹനം പൂർത്തിയാക്കാൻ ചെറുകുടലിനെ സഹായിക്കുന്നതാരൊക്കെയാണ്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്നാണ് ദഹനം പൂർണ്ണമാകുന്നത്. ആഗിരണം എങ്ങനെ നടക്കുന്നു? ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മഭാഗങ്ങളാണ് ബില്ലസുകൾ. ഇവയിലൂടെയാണ് പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ആഗിരണത്തിന് ശേഷം പോഷകങ്ങൾ ശരീരത്തിന് പ്രയോജനകരമാകുന്നതിന് എന്താണ് പറയുന്നത്? അതിനെ സ്വാംശീകരണം എന്ന് പറയുന്നു. ഇത് പോഷണത്തിന്റെ 4ാം ഘട്ടമാണ്. ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത അവശിഷ്ടങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ എന്താണ് നടക്കുന്നത്? അവിടെ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലമോ ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. അവസാനം അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത്? ദഹനാവശിഷ്ടങ്ങൾ മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പ്രക്രിയയെ മലവിസർജനം എന്നു പറയുന്നു. ഇത് പോഷണത്തിന്റെ 5ാം ഘട്ടമാണ്. ചേച്ചി, ആഹാരം കൂടാതെ നമുക്ക് കുറച്ചുകാലം ജീവിക്കാൻ കഴിയുമെങ്കിലും ശ്വാസമില്ലാതെ ഒരു നിമിഷം പോലും കഴിയാനാവില്ലല്ലോ.
എന്താണ് ശ്വസനം? ജീവികൾ അവയുടെ പരിസരത്തു നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം. ശ്വസനത്തിലെ 2 പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസം ഇൻഹലേഷൻ എന്നും വായു പുറത്തേക്കു പോകുന്നത് നിശ്വാസം എന്നും പറയുന്നു. വായുവിന്റെ സഞ്ചാരപാത ഏതാണ്? വായു സഞ്ചരിക്കുന്ന പാതയാണ് ശ്വസനപഥം. ഇതിലെ പ്രധാന ഭാഗങ്ങൾ നാസാദ്വാരം, ശ്വാസനാളം, ശ്വാസനി, ശ്വാസനിക, വായു അറ, ആൽവിയോളസ് എന്നിവയാണ്. ശ്വാസമെടുക്കുമ്പോൾ നമ്മുടെ നെഞ്ചിനെന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? നമ്മുടെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിലാണ്. ഔരസാശയത്തെയും താഴെയുള്ള ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശീഭിത്തിയാണ് ഡയഫ്രം. ഉച്ഛ്വാസസമയത്തും നിശ്വാസസമയത്തും ഡയഫ്രത്തിന് എന്തു മാറ്റമാണുണ്ടാകുന്നത്? ഉച്ഛ്വാസസമയത്ത് ഡയഫ്രം ചുരുങ്ങി അല്പം നിവരുന്നു. അതിനാൽ നെഞ്ചിന്റെ വ്യാപ്തി കൂടുന്നു. അപ്പോൾ പുറത്തെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ നിശ്വാസസമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. നെഞ്ചിന്റെ വ്യാപ്തി കുറയുന്നു. അപ്പോൾ വായു പുറത്തേക്കു പോകുന്നു. ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഘടകങ്ങൾ ഒരുപോലെയല്ലല്ലോ. അല്ല രാജു, നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന വായുവിനെ അപേക്ഷിച്ച് പുറത്തേക്ക് വിടുന്ന വായുവിൽ ഓക്സിജന്റെ അളവ് കുറവും 15% കുറയുന്നു. കാർബൺ ഡയോക്സൈഡിന്റെയും ജലബാഷ്പത്തിന്റെയും അളവ് കൂടുതലുമായിരിക്കും. മറ്റു ജീവികൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? വിവിധതരം ജീവികളിൽ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങൾ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് മണ്ണിര ശ്വസിക്കുന്നത് ഈർപ്പമുള്ള ത്വക്കുപയോഗിച്ചാണ്. മത്സ്യങ്ങൾക്കാകട്ടെ ശകുലങ്ങൾ, ചെകിളപ്പൂക്കളാണുള്ളത്. തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശവും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കും ഉപയോഗിച്ച് ശ്വസിക്കുന്നു. സസ്യങ്ങൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? സസ്യങ്ങളും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലുമുള്ള സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് വാതക വിനിമയം നടക്കുന്നത്. രാജു, അപ്പോൾ ദഹനവും ശ്വസനവും എനിക്ക് ഈ സംഭാഷണ രൂപത്തിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ചേച്ചി? തീർച്ചയായും രാജു, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്.